ശരി, ശ്രീ സേനാപതി വേണു, ഇപ്പോൾ കുറെ ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയോട് ചോദിക്കാനുണ്ട് എന്നാണല്ലോ കോൺഗ്രസിന്റെ നിലപാട്. അതിപ്പോൾ ഈ എങ്ങനെയാണ് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായത്, എങ്ങനെ സിംല കരാറിന്റെ ലംഘനം ഉണ്ടായി എന്നൊക്കെയാണല്ലോ കോൺഗ്രസിന്റെ വാദം. പക്ഷേ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് ഏത് രീതിയിലുള്ള പ്രഹരമാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതല്ലേ. ഇന്ന് സൈന്യം പുറത്തുവിടുന്ന തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വെറും വീരവാദങ്ങൾ മാത്രമേ വരുന്നുള്ളൂവല്ലോ. പാകിസ്ഥാൻ ആർമി പറയുന്നത് ഇന്ത്യയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ തെളിവുകളൊന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ഇവിടെ കൃത്യമായിട്ട് ഇന്ത്യ ഓരോരോ ദിവസവും എന്തൊക്കെയാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പുറത്തുവിടുകയാണ്. അപ്പോൾ സിംല കരാർ ആണോ ഇപ്പോൾ ചർച്ചയാക്കേണ്ട വിഷയം? അല്ല, ഒരിക്കലും സിംല കരാർ ചർച്ചയാക്കേണ്ട ഒരു സമയമല്ല. സിംല കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ഘട്ടവുമല്ല. ഇവിടെ ഇന്നിപ്പോ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് അദ്ദേഹം തെളിവുകളുടെയും അതോടൊപ്പം തന്നെ എല്ലാ രേഖകളുടെയും പിൻബലത്തോടു കൂടി നമ്മൾ നടത്തിയിരിക്കുന്ന ആക്രമണത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നിരിക്കുന്നു. രാജ്യത്തെ മുഴുവൻ പൗരന്മാരും അതിൽ എന്താ പറഞ്ഞ വളരെ ആവേശം കൊള്ളുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണും. നമുക്കൊരു തമാശ തോന്നുന്നത് ഡൽഹിയിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് പാകിസ്ഥാന്റെ അവരുടെ ലഫ്റ്റനന്റ് ജനറലിന്റെ സൈനിക PROയുടെ അവകാശമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഡൽഹിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു ഓലപ്പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ അറിയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പോപ്പുലേറ്റഡ് ആയിട്ടൊരു സ്ഥലം, വാർത്താ മാധ്യമങ്ങൾ ഇത്രയും സജീവമായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഡൽഹി പോലെ ഒരു സ്ഥലത്ത് ഇപ്പൊ ഏതെങ്കിലും ഒരു സൈനിക കേന്ദ്രത്തിൽ അജ്ഞാതമായി വല്ല മിസൈലോ വല്ലതും പതിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് വേണമെങ്കിൽ ഒരു വാദഗതിക്ക് അംഗീകരിക്കാം. പക്ഷെ ഡൽഹി പോലെ ഒരു പട്ടണത്തിൽ ഇവരുടെ മിസൈലുകൾ വീണുവെന്നും അല്ലെങ്കിൽ ഇവർ ആക്രമണം നടത്തി എന്നൊക്കെ പാകിസ്ഥാൻ പറയുന്നത് അവർക്ക് ഉണ്ടായിരിക്കുന്ന ആ കനത്ത ക്ഷതം അതിനെ അവരുടെ ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ ഒരു വാദഗതി എന്നത് മാത്രമാണ്. നമ്മൾ ഇപ്പോ യുദ്ധം ആയിട്ടില്ല, നമ്മൾ യുദ്ധം കരസേനയൊന്നും അപ്പുറത്തോട്ട് കടന്നിട്ടില്ല. ഏതായാലും നമ്മൾ നയിച്ച ഈ പ്രക്രിയ, കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെയൊക്കെ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് കണ്ടത്. വാസേക്ക് ഗോലിയായ യാസേക്ക് ഗോള ചലേക, അവിടുന്ന് ഒരു വെടിയുണ്ട വന്നാൽ ഇവിടുന്ന് ഒരു പീരങ്കി ഉണ്ട അങ്ങോട്ട് ചെല്ലും. അദ്ദേഹം പറഞ്ഞു, പാനി അവർ ഖൂൺ ഏക് സാത്ത് നഹീ പായേഗ, രക്തവും വെള്ളവും ഒരേ രീതിയിൽ ഒഴുകത്തില്ല. ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങളെ ആവേശം കൊള്ളിച്ച കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ മഞ്ജുഷെ ഒരു ചോദ്യം, അത് ചോദിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ആ ചോദ്യം ഇപ്പോൾ ചോദിച്ചു എന്നുള്ളത്, അത് ചോദിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എല്ലാ കാലഘട്ടത്തിലും ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അത് നെഹ്റുവിനോട് ചോദിച്ചിട്ടുണ്ട്, അത് ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട്, അത് ലാൽ ബഹദൂർ ശാസ്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്, അത് ഡോക്ടർ മൻമോഹൻ സിംഗിനോട് ചോദിച്ചിട്ടുണ്ട്, അത് വാജ്പേയിയോടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ ആ ചോദ്യം ഉയരും. ഞാൻ വിനീതമായിട്ടൊരു ചോദ്യം, അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട്, ആരുടെ, ഡൊണാൾഡ് ട്രംപിന്റെ 10-ാം തീയതിയിലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, അല്ലെങ്കിൽ ഇപ്പൊ എക്സ് എന്ന് നമ്മൾ പറയുന്നത്, അതിൽ കുറിച്ചിരിക്കുന്നത്, ആഫ്റ്റർ എ ലോങ് നൈറ്റ് ഓഫ് ടോക്സ് മീഡിയേറ്റഡ് ബൈ ദ United States, I am pleased to announce that India and Pakistan have agreed to a full and immediate ceasefire. അപ്പൊ എന്റെ ഒരു ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചോദ്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, രണ്ട് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾ തമ്മിൽ ഉണ്ടായ ഒരു ക്ലാഷ്, അതല്ലെങ്കിൽ പരസ്പരം വെടിവെപ്പ്, യുദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടൽ തുടരരുത് എന്ന് നമ്മളെല്ലാം ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും പറയുന്നതാണ്. കാരണം എന്താ, ആ യുദ്ധം ഒരു രാജ്യത്തിനും ഒരു നാടിനും ഭൂഷണമല്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മഞ്ജുഷ അറിയണം, 1962 ദിസ്പൂർ വരെ ചൈനീസ് പട്ടാളം കടന്നു വന്ന് നെഹ്റുവിന്റെ മുമ്പിൽ മറ്റൊരു മാർഗവുമില്ല. അവസാനം നെഹ്റു ജോൺ എഫ് കെന്നഡിയെ സമീപിക്കുകയാണ്. ജോൺ എഫ് കെന്നഡിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് F-104 സ്ക്വാഡ്രൺ, ഒരു 12 സ്ക്വാഡ്രൺ വിമാനം ഞങ്ങൾക്ക് സഹായം തരണം. അതുപോലെ തന്നെ അന്നത്തെ ബോംബർ വിമാനമാണ് B-57, ഇത് ഞങ്ങൾക്ക് സഹായിക്കണം. നെഹ്റു പറഞ്ഞത്, ഇത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അന്ന് അമേരിക്കയുമായി നെഹ്റുവിന് വലിയ രീതിയിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാതിരുന്ന ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ അമേരിക്കയുടെ സഹായം തേടി. പക്ഷെ നമ്മൾ അറിയേണ്ടത്, സീസ് ഫയർ പ്രഖ്യാപിച്ചത് ജോൺ എഫ് കെന്നഡി അല്ല, അമേരിക്കയല്ല. സീസ് ഫയർ പ്രഖ്യാപിച്ചത് ചൈനയാ. കാരണം അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയെ ആക്രമിക്കാനില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇവിടെ സിംല കരാറിന്റെ ഒരു കണ്ടന്റ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറഞ്ഞേ, അതിന്റെ ഗഹനമായ ഒരു പാഠം എന്താണ്? ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉള്ളി ബൈലേറ്ററൽ റിലേഷൻ, നമ്മൾ തമ്മിലേ ഉള്ളൂ. പാകിസ്ഥാനും നമ്മളും തമ്മിൽ ചർച്ച ചെയ്യാം. അവിടെ മൂന്നാമതൊരു കക്ഷിയുടെ ചർച്ച ആവശ്യമില്ല. അതുകൊണ്ടാണ് UN-ൽ 8 മണിക്കൂർ നേരം കൃഷ്ണമേനോൻ
പാകിസ്ഥാന്റെ ആരോപണത്തെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചത് 1950-കളിൽ. കാരണം ഇത് ഇന്ത്യയുടെ മാത്രം ഒരു പ്രശ്നമാണ്. ഇനി അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, UN നമ്മളോട് അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ഹിതപരിശോധനയാണ്. ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് മഞ്ജുഷ, അതിന്റെ പേര് പ്ലെബിസൈറ്റ്. എനിക്ക് ഈ പദം അറിയത്തില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഡിക്ഷണറി പരത്തിയപ്പോഴാണ് ഈ പ്ലെബിസൈറ്റിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ ഹിതപരിശോധനയാണ്. അപ്പൊ 50-ൽ UN നമ്മളോട് പറഞ്ഞ അവിടെ ഒരു പ്ലെബിസൈറ്റ് നടത്ത്, ഹിതപരിശോധന നടത്ത്. ആ ഹിതപരിശോധന 51-ൽ നമ്മൾ നടത്തി. 51-ൽ ആ ഹിതപരിശോധനയുടെ പരിണിത ഫലമായിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് അബ്ദുള്ള അവിടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അവിടുത്തെ സാരഥ്യം ഏറ്റെടുത്തത്. അപ്പോ അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി അവിടെ ഒരു മൂന്നാമതൊരു കക്ഷിക്ക് കശ്മീർ എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യാൻ നമ്മൾ ഇന്നോളം അവസരം കൊടുത്തിട്ടില്ല. അത് അരക്കിട്ടുറപ്പിക്കുന്നതായിരുന്നു 1972-ലെ സിംല കരാർ. ആ കരാർ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിന്റെ സീസ് ഫയർ പ്രഖ്യാപിക്കേണ്ടത് വാഷിംഗ്ടണിൽ ഇരുന്നു കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ആണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളിപ്പോ ചോദ്യം ചോദിക്കുകയാണ്. അമേരിക്കയെ പോലെ അല്ല ആരുമായിട്ടും ഒരു മൂന്നാം കക്ഷിയെ ഇടപെടുത്തിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള ഇന്ത്യൻ പ്രതികരണങ്ങൾ വരുന്നത്. ഇനി പ്രധാനമന്ത്രി ഇതേക്കുറിച്ച് എന്തെങ്കിലും പറയുമോ എന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ശ്രീ പണിക്കർ, ഇവിടെ